ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്നതോടെ ട്രാൻസ്ജെൻഡറുകൾക്ക് നരകതുല്യമായ ഒരിടമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക മാറുമെന്നതിൽ തർക്കമില്ല. ഒന്നാമതേ, ട്രാൻസ്ജെൻഡറുകളെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ട്രംപ് അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെയും അതേ സ്വഭാവക്കാരായാണ് ഇപ്പോൾ പരിവർത്തനം ചെയ്തിരിക്കുന്നത്. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് ഇപ്പോൾ അധികാരത്തിലേറിയിരിക്കുന്നത് എന്ന് പറയുന്നവരും അമേരിക്കയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ അമേരിക്കയിൽ നിന്ന് പലായനം ചെയ്യാൻ ആലോചിക്കുകയാണ്. ലോകത്താകെ 2 ജെൻഡറുകളെ ഉള്ളൂവെന്നും അത് ആണും പെണ്ണുമാണെന്നും ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേ നിലപാടാണ് ട്രംപിന്റെ കൂട്ടത്തിലുള്ള ഇലോൺ മസ്ക്, വിവേക് രാമസ്വാമി എന്നിവർക്കുമുള്ളത്. ഇവർ ട്രാൻസ്ജെൻഡറുകൾക്കെതിരെ ക്യാമ്പയിൻ വരെ ചെയ്യുന്നവരാണ്. ഇക്കൂട്ടരാണ് ഇപ്പോൾ അധികാര പദവിയിലിരിക്കുന്ന ട്രംപിന്റെ സപ്പോർട്ടേഴ്സായി കൂടെയുള്ളത്. LGBTQ+ കമ്മ്യൂണിറ്റിക്ക് അമേരിക്ക ഒരു സുരക്ഷിത ഇടമായിരിക്കാൻ ഇനി ഒരു സാധ്യതയുമില്ല.